ചന്ദ്രനും ഭൂമിയും തമ്മിലുള്ള ബന്ധം വളരെ അടുത്തതും അത്യന്തം പ്രാധാന്യമുള്ളതുമാണ്. ഇവയുടെ ബന്ധം ശാസ്ത്രീയമായി ഗുരുത്വാകർഷണം, പരിക്രമണം, പ്രകാശപ്രതിഫലനം തുടങ്ങിയ ഘടകങ്ങളാൽ നിർണ്ണയിക്കപ്പെട്ടിരിക്കുന്നു. നമുക്ക് നോക്കാം. ഗുരുത്വാകർഷണ ബന്ധം. ഭൂമിയും ചന്ദ്രനും തമ്മിൽ ഗുരുത്വാകർഷണ ശക്തി പ്രവർത്തിക്കുന്നു. ഭൂമിയുടെ ഗുരുത്വാകർഷണം ചന്ദ്രനെ തൻ്റെ വലയം അകത്തു നിർത്തുന്നു. അടുത്തതായി പരിക്രമണം. ചന്ദ്രൻ ഭൂമിയെ ചുറ്റി ഏകദേശം 27.3 ദിവസങ്ങൾക്കൊരിക്കൽ ഒരു പ്രദക്ഷിണം പൂർത്തിയാക്കുന്നു. ഈ പ്രദക്ഷിണം മൂലമാണ് നമ്മൾ അമാവാസി, പൗർണമി, അർദ്ധചന്ദ്രം തുടങ്ങിയ ചന്ദ്രകലകൾ കാണുന്നത്. അടുത്തതായി നമുക്ക് നോക്കാനുള്ളത് സ്വയം ഭ്രമണവും പരിക്രമണവുമാണ്. ചന്ദ്രൻ തൻ്റെ അച്ചുതണ്ടിന്മേൽ ഭ്രമണം ചെയ്യുകയും അതേസമയം ഭൂമിയെ ചുറ്റി പരിക്രമണം ചെയ്യുകയും ചെയ്യുന്നു. ഇരു ചലനങ്ങൾക്കും ഏകദേശം ഒരേ സമയം 27.3 ദിവസം എടുക്കുന്നതിനാൽ നാം ഭൂമിയിൽ നിന്ന് ചന്ദ്രൻ്റെ ഒരേ വശം മാത്രമേ കാണാറുള്ളൂ. ചന്ദ്രൻ സ്വന്തം പ്രകാശം ഉൽപ്പാദിപ്പിക്കുന്നില്ല. അത് സൂര്യപ്രകാശം പ്രതിഫലിപ്പിക്കുന്നത് കൊണ്ടാണ് പ്രകാശിതമായി തോന്നുന്നത്. ഭൂമിയിൽ ഉള്ള സ്വാധീനമാണ് അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത്. തിരമാലകൾ, രാത്രികാല പ്രകാശം, കാലണ്ടർ ക്രമീകരണങ്ങൾ, ചില മൃഗങ്ങളുടെ പ്രവൃത്തികൾ എന്നിവ ചന്ദ്രൻ്റെ സ്വാധീനത്തിൽ പെടുന്നു. ചന്ദ്രൻ്റെ ഗുരുത്വാകർഷണം ഭൂമിയുടെ ഭ്രമണ വേഗതയെയും അല്പം സ്വാധീനിക്കുന്നു. ചന്ദ്രനും ഭൂമിയും തമ്മിലുള്ള ബന്ധം പ്രകൃതിയിലെ സാമ്യവും നിലനിൽപ്പും ഉറപ്പാക്കുന്ന ഒരു അത്ഭുത ബന്ധമാണ്. ഗുരുത്വാകർഷണം, പ്രകാശം, സമയക്രമം എന്നിവയിൽ ചന്ദ്രൻ്റെ പങ്ക് അത്യന്തം പ്രധാനമാണ്.